രാഷ്ട്രീയ കേരളം ഏറെ കാതോർത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ വിജയിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് 83 വോട്ടുകൾക്കാണ് KH സുധീർ ഖാൻ പിടിച്ചെടുത്തത്. ഹാർബർ വാർഡിലെ മുൻ കൗൺസിലറായിരുന്ന സുധീർ ഖാന് 2902 വോട്ട് ലഭിച്ചപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി N നൌഷാദിന് 2819 വോട്ടും BJP സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുവിന് 2437 വോട്ടുമാണ് ലഭിച്ചത്. ഇതോടെ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ UDFന്റെ കക്ഷിനില 20 ഉയർന്നിരിക്കുകയാണ്. നേരത്തെ 19 ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരാൾ കൂടി ജയിച്ചതോടുകൂടി അത് 20 മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞം വാർഡിലെ വിജയം ഉറപ്പാക്കിയത് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം മറികടക്കാമെന്ന BJPയുടെ സ്വപ്നം കൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തോടുകൂടി ഇല്ലാതായത്. നിലവിൽ കോർപ്പറേഷൻ ഭരിക്കുന്നതിന് വേണ്ട 51 എന്ന മാന്ത്രിക സംഖ്യ BJPക്കില്ല. 50 സീറ്റിലാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് BJP ഇപ്പോൾ ഭരണം നിലനിർത്തുന്നത്. ആ സ്വതന്ത്രന്റെ പിന്തുണ ഇനിയും വേണം എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം വാർഡിൽ അവരുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ മറ്റാരുടെയും പിന്തുണയില്ലാതെ BJPക്ക് കോർപ്പറേഷൻ ഭരിക്കാമായിരുന്നു. ആ സ്വപ്നമാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ കേവലം 316 വോട്ട് മാത്രമായിരുന്നു BJPക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ 2437 വോട്ട് നേടിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ CPM ജയിച്ച വാർഡാണ് ഇത്തവണ കോൺഗ്രസ് പിടിച്ചടക്കിയത്. സീറ്റ് നിലനിർത്താൻ മത്സരത്തിറങ്ങിയ LDFും സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി മത്സരരംഗത്തിറങ്ങിയ BJPയും UDFും ഈ 3 മുന്നണികളും തമ്മിൽ നടന്ന ത്രികോണ മത്സരത്തിനൊടുവിലാണ് 83 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ ജയിച്ചത്. 2015 കോൺഗ്രസിൽ നിന്ന് LDF വിഴിഞ്ഞം സീറ്റ് പിടിച്ചെടുത്തത്. അതായത് 10 വർഷത്തിന് ശേഷമാണ് വിഴിഞ്ഞം സീറ്റ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. വിഴിഞ്ഞം വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഏറെ ആവേശകരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കോൺഗ്രസിന്റെയും CPMന്റെയും BJPയുടെയും എല്ലാ നേതാക്കന്മാരും വാർഡ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. CPMന് വേണ്ടി KK ശൈലജയും KT ജലീലും ഉൾപ്പെടുന്ന MLAമാർ, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നേതാക്കന്മാരും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. അവസാന ദിവസം, അതായത് തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശ ദിവസം, KK ശൈലജയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോ അടക്കം വലിയ ആവേശമായിരുന്നു സൃഷ്ടിച്ചത്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഷാഫി പറമ്പിൽ MP നടത്തിയ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ആ ജനപങ്കാളിത്തമെല്ലാം വോട്ടായി മാറുകയും ഇടതുമുന്നണിക്കെതിരായ ജനവികാരം കേരളത്തിൽ അസ്തമിച്ചിട്ടില്ല എന്നാണ് വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. 10 വർഷമായി ഇടതുമുന്നണി തങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന വാർഡാണ് CPMന് നഷ്ടപ്പെട്ടത്. അവിടെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അത് വോട്ടാക്കി മാറ്റി വിജയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. 347 നിന്ന് 2400ലേക്ക് BJPയുടെ വോട്ട് നില ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയാത്തത് BJPക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ പ്രചരണത്തിനെത്തിയ വാർഡിലാണ് BJP 3ാം സ്ഥാനത്തെത്തിയതും ആ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തതും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ 3ാം സ്ഥാനത്താണ് നിലവിൽ കോൺഗ്രസ്. കേവലം 19 അംഗങ്ങൾ മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFനുണ്ടായത്. അവിടെ ഇടതുമുന്നണി ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ഇടതുമുന്നണി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ ആത്മവിശ്വാസവും അസ്ഥാനത്താവുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ഒരു തേരോട്ടം, കോൺഗ്രസിന്റെ അജയ്യമായ മുന്നേറ്റമാണ് നമുക്ക് വിഴിഞ്ഞം വാർഡിൽ കാണാൻ കഴിഞ്ഞത്. ആ മുന്നേറ്റത്തിനൊടുവിൽ 83 വോട്ടുകൾക്ക് കോൺഗ്രസ് രംഗത്തിറക്കിയ KH സുധീർ ഖാൻ എന്ന് പറയുന്ന UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടി വിജയിക്കുകയും ചെയ്തു. ഇത് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിൽ UDF ആ വാർഡ് UDF ജയിച്ചിരിക്കുന്നു. ഓണക്കൂർ പഞ്ചായത്ത്, എറണാകുളത്തെ ഓണക്കൂർ പഞ്ചായത്തിൽ ഇടതുമുന്നണി വിജയിച്ചു. അത്തരത്തിൽ 3 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2ഇടത്ത് UDFും 1ഇടത്ത് ഇടതുമുന്നണിയും വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇടതുമുന്നണിക്കെതിരായ ജനവികാരം കേരളത്തിൽ ഇപ്പോഴും അലയടിക്കുന്നത് തന്നെയാണ് വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്ന തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിരിക്കുന്നത്.